പ്രോജക്റ്റ് ഹെയിൽ മേരി. കഥ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ റിയാൻ ഗോസ്ലിങ്ങിൻ്റെ കഥാപാത്രം പുള്ളി ഒരു ടീച്ചറും സയൻറ്റിസ്റ്റും കൂടെയാണ്. കാര്യം ഈ സ്പേസ് ഷിപ്പിൽ പുള്ളി എഴുന്നേൽക്കുന്നതോടുകൂടിയാണ് ഈ സിനിമയുടെ തുടക്കം എന്ന് പറയുന്നത്. പക്ഷേ അവനൊന്നും ഓർമ്മയില്ല. പതിയെ അവന് മനസ്സിലാവുകയാണ് ഈ സൂര്യൻ പതിയെ അതിൻ്റെ പവർ ഇങ്ങനെ ലോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഭൂമി നശിക്കാനുള്ള സ്റ്റേജിലാണെന്നും ഇതിന് കാരണം ഒരു ചെറിയ ഓർഗാനിസം അസ്ട്രോഫേജ് എന്ന് പറയുന്ന ആണെന്നും അതിനെ സ്റ്റോപ്പ് ചെയ്യാൻ അവനെ ഒരു സ്പെഷ്യൽ മിഷന് അയച്ചിരിക്കുകയാണെന്നും പുള്ളി മനസ്സിലാക്കുന്ന ഒരു ഭാഗമുണ്ട്. ശരിക്കും അതാണ് ഈ സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത്. ഇത് എങ്ങനെ പുള്ളി സോൾവ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആക്ച്വലി പുള്ളി ഇതിനകത്ത് ഈ മിഷനിലേക്ക് വന്ന് എത്തപ്പെട്ടെന്ന് പറയുന്ന ഒരു ഫ്ലാഷ് ബാക്ക് സ്റ്റോറി സത്യം പറഞ്ഞാൽ പുള്ളി പെട്ടുപോകുന്നതാണ്. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ മിഷൻ്റെ ഭാഗമായിട്ട് പുള്ളി വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഒരു ഏലിയൻ, അതിന് റോക്കി എന്നാണ് ആ ക്യാരക്ടറിൻ്റെ പേര്, അതിനെ കണ്ടുമുട്ടുന്നു. തുടർന്ന് ഇവർ ശത്രുക്കളാവാതെ മിത്രങ്ങളായിക്കൊണ്ട് ഈ സയൻസിൻ്റെ ഒരു ആപ്ലിക്കേഷൻസൊക്കെ തന്നെ യൂസ് ചെയ്തുകൊണ്ട് ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ നോക്കുന്നതൊക്കെയാണ് ഈ സിനിമയുടെ പ്രമേയം എന്ന് പറയുന്നത്. ഇത് ശരിക്കും ഇമോഷൻ, ഫ്രണ്ട്ഷിപ്പ്, ഒരു സയൻസ് മിക്സ് ആയ ഒരു ഫീൽ ഗുഡ് സയൻസ് ഫിക്ഷൻ എന്ന രീതിയിലേക്കുള്ള ഒരു മേക്കിംഗ് ആണ് ഇവർ ഉപയോഗിച്ചിരിക്കുന്നത്. യൂഷ്വലി സാധാരണ ഇത്തരം സിനിമകൾക്കൊക്കെ ഒരു ഇൻ്റർസ്റ്റെല്ലാർ പോലെ ഒരു ഹെവി സീരിയസ് ടോണൊക്കെ ആണ് സാധാരണ നമുക്ക് കാണാറുള്ളത്. പക്ഷേ ഇതിൽ ഇവർ ഉപയോഗിച്ചിരിക്കുന്ന ഭയങ്കര ടോൺ എന്ന് പറഞ്ഞാൽ ലൈറ്റാക്കിയാണ് ചെയ്തിരിക്കുന്നതെന്ന് പറയാൻ പറ്റും പൂർണ്ണമായിട്ടും. ക്രെയ്ഗ് ഫേസറാണ് ഇതിൻ്റെ ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഈ സീറോ ഗ്രാവിറ്റി മൊമെൻറ്റ്സും അതുപോലെ ഈ ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള വിഷ്വൽസൊക്കെ വളരെ നാച്ചുറലായിട്ട് തന്നെ അദ്ദേഹം ഈ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിൻ്റെ റിയലിസം കുറച്ചും കൂടെ സ്ട്രോങ് ആണെന്ന് നമുക്ക് തോന്നുന്നത്. അതുപോലെ ഈ തിരക്കഥ എന്ന് പറയുന്നത് ശരിക്കും ഒരു ലീനിയർ സ്റ്റോറി അല്ല ഇവർ ഉപയോഗിച്ചിരിക്കുന്നത്. ഫ്ലാഷ് ബാക്ക് പ്രസൻറ്റ് മിക്സായിട്ട് ഗ്രാജ്വലി റിവീൽ ചെയ്യുന്ന രീതിയിലാണ്. അതുകൊണ്ട് നമുക്ക് ഈ ക്യൂരിയോസിറ്റിയും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. റോക്കി എന്ന് പറയുന്ന ഏലിയൻ ക്യാരക്ടറിൻ്റെ ഫേസ് എക്സ്പ്രഷൻ ഒന്നും ഈ സിനിമയിൽ മാക്സിമം നമുക്ക് കിട്ടത്തില്ല. പക്ഷേ അതിൻ്റെ ഒരു വോയിസ്, പിന്നെയുള്ള ഈ അതിൻ്റെ ഒരു ബിഹേവിയറൽ ഇമോഷൻസൊക്കെ നല്ല ഓക്കെ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഹ്യൂമൻ ഏലിയൻ ബോണ്ട് എന്നൊക്കെ പറയുന്നത് ഇവിടെ ബിലീവബിളായിട്ട് ആക്കിയതും ഈ ക്യാരക്ടറിൻ്റെ ഒരു പെർഫോമൻസ് ആണെന്ന് നമുക്ക് എടുത്തു പറയാൻ പറ്റും. റൺ ടൈം ഇച്ചിരി കൂടുതലാണ്. അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ അത് കുറച്ച് കൂടുതൽ ഡീറ്റെയിൽഡിലേക്ക് പോകുന്ന പോലെ തോന്നി. ഓവറോൾ ഈ വേൾഡ് സേവ് ചെയ്യുന്നത് സാധാരണ ഹീറോസ് അല്ല, ഗിവപ്പ് ചെയ്യാത്ത സാധാരണ ആളുകളെന്ന രീതിയിലാണ് ഡയറക്ടർ ഫിൽ ലോഡും ക്രിസ്റ്റഫർ മില്ലറും ഇതിനിൽ അറ്റംപ്റ്റ് ചെയ്തിരിക്കുന്നൊരു രീതി എന്ന് പറയുന്നത്. ഐസും എക്സ്പ്രഷൻസും ഒക്കെ കൊണ്ട് ഇമോഷൻസ് കൺവേ ചെയ്യുന്ന റിയാൻ ഗോസ്ലിങ്ങിൻ്റെ ആക്ടിങ് സിനിമയ്ക്ക് മുതൽക്കൂട്ടാണ്. തിയേറ്ററിൽ തീർച്ചയായും കാണാം.